കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഒരു പദമാണ് ദൈവമക്കളെ. എങ്ങനെയാ ദൈവം നമ്മെ സ്നേഹിച്ചത്? നിത്യമായ സ്നേഹം. എന്താ നിത്യസ്നേഹം എന്ന് പറഞ്ഞ? നിലനിൽക്കുന്ന സ്നേഹം. അതിന്റെ അർത്ഥം ആന്റി, നിലനിൽക്കാത്ത സ്നേഹമില്ലേ? അല്ലേ? അല്ലേ? അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ കുറച്ചു നാൾ ഒരാളെ സ്നേഹിച്ചു, ആ സ്നേഹിച്ച പുള്ളിയോട് ഇപ്പം മിണ്ടുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? സത്യസന്ധമായിട്ട് പറ. ആ സ്നേഹിച്ച ആളെ മാറ്റി നിർത്തി ഇപ്പൊ വേറെ ആളെയല്ലേ സ്നേഹിക്കുന്നേ? അല്ലേ? അല്ലേ? നാം വേറെ പലരും സ്നേഹിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സ്നേഹമായിരുന്നു, അവരോട് ആത്മാർത്ഥ സ്നേഹമായിരുന്നു, ഊണിലും ഉറക്കത്തിലും അവരോട് സ്നേഹമായിരുന്നു. ഇപ്പൊ അവരോട് സ്നേഹമുണ്ടോ? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരേക്ക് വേറെ മാറ്റിയില്ലേ? അല്ലേ? നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾ ജോലിക്കിറങ്ങിയ സമയത്ത്, ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസത്തിൽ വന്ന സമയത്ത്, അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഒത്തിരി പേരുടെ സ്നേഹത്തെ എടുത്ത് അവർ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല, ഇല്ല. പക്ഷെ അന്ന് നീ എന്ത് സ്നേഹമായിരുന്നു! നിങ്ങൾ എന്തെങ്കിലും മേടിച്ച് അവർക്ക് കൊടുക്കും, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് തരും. അയ്യോ, ഭയങ്കര സ്നേഹം. എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ വിളിക്കും, ആമേ സൗദ ഞങ്ങൾ പോകുന്നുണ്ട്, വരുന്നുണ്ടോ? റെഡി, കയറിക്കോ, പൊടിക്കോ. ഭയങ്കര ബഹളം. കഴിക്കാൻ വിളിക്കുന്നു, കുടിക്കാൻ വിളിക്കുന്നു, ആമേ നടക്കാൻ വിളിക്കുന്നു, പോകാൻ വിളിക്കുന്നു. ഭയങ്കര സ്നേഹം. അവർ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പണ്ട് നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങളുടെ കൂടെ അയാളെ കാണുമായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കൂടെ അയാളല്ല, വേറെ ആളാ. മാറിയില്ലേ? എന്നാലേ വിളിച്ചന്നു മുതൽ നിന്നെ വിട്ട് മാറാത്ത ഒരുവനുണ്ട്. മാറിയിട്ടില്ല അവൻ മാറത്തില്ല. അവന്റെ സ്നേഹം ആ നിത്യ സ്നേഹം. ആ സ്നേഹത്തിന്റെ പേരാ നിത്യസ്നേഹം. അവൻ നിങ്ങളെ വിട്ട് മാറില്ലേ. നിങ്ങളുടെ അവൻ ജീവിതത്തിന്റെ വഴിത്താരയിൽ ആരൊക്കെ സ്നേഹിച്ചവർ നിങ്ങളെ വിട്ട് മാറിയാലും മാറാത്തൊരു ദൈവമുണ്ട്. അക്കാരം ഒന്ന് ഉയർത്തി ദൈവത്തിന്